ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഐസ്ലൻഡ് യാത്രയിലെ കാഴ്ചകളെക്കുറിച്ചാണ്. ഞാൻ ലണ്ടനിൽ നിന്നും ഐസ്ലൻഡ് തലസ്ഥാനമായ റേക്യവിക്കിലേക്കാണ് പോയത്. ഐസ്ലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള അത്ഭുതകരമായ കാഴ്ചകളാണ് അവിടെ ഉള്ളത്. ഐസ്ലൻഡിനെ പൊതുവെ ദ ലാൻഡ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്നാണ് വിളിക്കുന്നത്. അതിന് കാരണം അവിടെയുള്ള ഗ്ലേസിയേഴ്സും അഗ്നിപർവ്വതങ്ങളുമാണ്. പ്രശസ്തമായ പല സിനിമകളും TV സീരീസുകളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഐസ്ലൻഡിലാണ്. ഗെയിം ഓഫ് ത്രോൺസ്, വൈക്കിങ്സ് തുടങ്ങിയ സീരീസുകളും ക്യാപ്റ്റൻ അമേരിക്ക, തോർ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്, സ്റ്റാർ വാർസ് തുടങ്ങിയ സിനിമകളും പല ഭാഗങ്ങളും അവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഐസ്ലൻഡിലെ മൊത്തം ജനസംഖ്യ 3.5 ലക്ഷത്തോളമാണ്. ജീവിത ചെലവ് വെച്ച് നോക്കുമ്പോൾ ലോകത്തിലെ മൂന്നാമത്തെ ചിലവേറിയ രാജ്യമാണ് ഐസ്ലൻഡ്. ഐസ്ലൻഡിലെ കറൻസി ഐസ്ലാൻഡിക് ക്രോണയാണ്. അങ്ങനെ ഞാൻ റേക്യവിക് എയർപോർട്ടിലെത്തി. ഇവിടെ നിന്നും ബസ്സിലാണ് ഞാൻ എൻ്റെ താമസ സ്ഥലമായ ലെമർ സ്ക്വയറിലേക്ക് പോകുന്നത്. ഞാൻ റേക്യവിക്കിൽ വന്ന ദിവസം വൈകുന്നേരത്തോടെയാണ് അവിടെ എത്തിയത്. അന്ന് ഞാൻ പരിസര പ്രദേശങ്ങളിലൂടെ കുറച്ചു നേരം നടന്ന ശേഷം വിശ്രമിച്ചു. പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയുള്ള ട്രിപ്പ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം ഞാൻ മുമ്പ് തീരുമാനിച്ചതനുസരിച്ച് എൻ്റെ യാത്ര തുടങ്ങി. ആദ്യമായി ഞാൻ പോയത് സ്കോഗഫോസ് വാട്ടർഫോളിലേക്കാണ്. ഏകദേശം 60 മീറ്ററോളം ഉയരമുള്ള അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണിത്. മാർവൽ ചിത്രമായ തോറിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഈ വെള്ളച്ചാട്ടം. മിക്കവാറും സമയങ്ങളിൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്ത് നമുക്ക് റെയിൻബോ കാണാൻ സാധിക്കും. ഞാൻ ഇനി പോകുന്നത് ബ്ലാക്ക് സാൻഡ് ബീച്ച് സ്ഥിതി ചെയ്യുന്ന വിക് എന്ന സ്ഥലത്തേക്കാണ്. ഇനി ഞാൻ പോകുന്ന സ്ഥലങ്ങൾ എല്ലാം തന്നെ ബോളിവുഡ് ചിത്രമായ ദിൽവാലയിലെ ഗേരുവ എന്ന സോങ്ങിൽ കാണിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഞാൻ പോയത് നവംബർ മാസത്തിലായതിനാൽ മിക്കവാറും സ്ഥലങ്ങളിൽ ഐസ് മൂടിക്കിടക്കുകയായിരുന്നു. ഒരു -5 മുതൽ -10 വരെയായിരുന്നു അപ്പോൾ പകൽ സമയത്തുള്ള ഒരു ടെമ്പറേച്ചർ. പോകുന്ന സ്ഥലങ്ങൾ തമ്മിൽ 1 മണിക്കൂറോളം ഏകദേശം യാത്രാ ദൂരം ഉണ്ടെങ്കിലും ഈ വഴിയിലെ കാഴ്ചകൾ കണ്ടിരുന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയുന്നതായിരുന്നില്ല. അങ്ങനെ ഞാൻ ബ്ലാക്ക് സാൻഡ് ബീച്ചിലെത്തി. പേര് പോലെ തന്നെ അവിടുത്തെ മണൽത്തരികളെല്ലാം കറുപ്പ് നിറമുള്ളതാണ്. അഗ്നിപർവ്വത സ്ഫോടനം മൂലമുണ്ടാകുന്ന ലാവ ഉണ്ടായതിനാലാണ് മണലിന് ഈ ഒരു കറുത്ത നിറം ലഭിക്കുന്നത്. ലോകത്ത് വളരെ കുറച്ച് സ്ഥലങ്ങളിലെ ബ്ലാക്ക് സാൻഡ് ബീച്ച് കാണാൻ സാധിക്കുകയുള്ളൂ. അതിൽ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ മഴ പെയ്യാൻ പോകുന്ന മാതിരത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. ഇപ്പോൾ പതിയെ മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അതൊന്നും വകവയ്ക്കാതെ അവിടെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടേയിരുന്നു. അവിടെയുള്ള കാഴ്ചകൾ പകർത്തുന്നതിനിടയിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു തിരമാല കരയിലേക്ക് അടിച്ചു വന്നു. ഭാഗ്യത്തിന് കടൽ പോയില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഈ ഒരു ഏരിയയിൽ അപകടം നടന്നിട്ടുണ്ട്. 2019 ജനുവരിയിൽ ഇതുപോലൊരു തിര വരികയും ഒരു ജർമ്മൻ ഫാമിലി അപകടത്തിൽപ്പെടുകയുണ്ടായി. അതിനുശേഷം മാസങ്ങളോളം ഈ ബീച്ച് അടച്ചിട്ടിരുന്നു. ബ്ലാക്ക് സാൻഡ് ബീച്ചിനോട് ചേർന്നുള്ള ഈ കടൽ യഥാർത്ഥത്തിൽ അറ്റ്ലാന്റിക് ഓഷ്യനാണ്. ആ കാണുന്ന പാറകൾ വർഷങ്ങൾ കൊണ്ട് കടലിൽ നിന്ന് ഉയർന്നു വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. കടലിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഈ പാറകൾക്ക് ഏകദേശം 500 അടിയോളം ഉയരമുണ്ട്. ഈ പാറകളെക്കുറിച്ച് മറ്റു പല കെട്ടുകഥകളുമുണ്ട്. ഐസ്ലൻഡിൽ രാത്രി മാത്രം പുറത്തു വരുന്ന അമാനുഷിക ശക്തിയുള്ള ട്രോൾസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ അവർ സൂര്യോദയ സമയത്തിനുള്ളിൽ നിന്നും അവിടെ നിന്ന് പോകാൻ പറ്റാതെ അവർ ശിലയായി തീർന്നതാണെന്നാണ് അവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. ബീച്ചിൻ്റെ സൈഡിൽ പില്ലറുകൾ പോലെയുള്ള ഈ പാറ കഷ്ണങ്ങൾ വോൾക്കാനോ എഫക്റ്റ് മൂലം ഉണ്ടായതാണ്. അവിടെ നിന്ന് ഞാൻ പോയത് ഗ്ലേസിയർ ഏരിയയിലേക്കാണ്. ഗ്ലേസിയറുകൾ നൂറ്റാണ്ടുകളായി ഉരുകാതെ നിൽക്കുന്നതും
വളരെ കുറഞ്ഞ വേഗതയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നതുമായ മഞ്ഞുപാളികളുടെ ഒരു നദിയാണ്. വലിയ ഗ്ലേസിയറുകൾക്ക് ഏകദേശം 100 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ കട്ടിയുണ്ടാകും. ഈ മഞ്ഞുമലകളിലൂടെ ഐസ് ക്ലൈംബിംഗ്, സ്നോ മൊബൈലിംഗ് എന്നിങ്ങനെയുള്ള വിവിധ ഇനം സാഹസിക വിനോദങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. ഐസ്ലാൻഡ് എന്ന രാജ്യത്തിന്റെ 11% ഗ്ലേസിയറുകളാൽ ആണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നീട് ഞാൻ അവിടുന്ന് പോയത് സെലലാൻഫോസ് എന്ന വാട്ടർഫോളിലേക്കാണ്. വോൾക്കാനോ ഗ്ലേസിയറുകളിൽ നിന്നാണ് ഈ വാട്ടർഫോൾ ഉത്ഭവിക്കുന്നത്. അവിടെ സഞ്ചാരികൾക്ക് അതിലേക്ക് നടന്ന് കയറാൻ സാധിക്കും. വെള്ളച്ചാട്ടത്തിന്റെ പിറകിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എപ്പോഴും ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുന്നതിനാൽ കീറിപ്പോകുന്ന സ്ഥലത്ത് അല്പം വഴുക്കലുള്ളതാണ്. കൂടാതെ നമ്മുടെ ദേഹത്തും ചെറുതായിട്ട് വെള്ളം വീഴാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഒരു ജാക്കറ്റ് ധരിച്ചിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ അവിടുന്ന് എൻ്റെ താമസ സ്ഥലത്തേക്ക് പോയി രാത്രിയിൽ നോർത്തേൺ ലൈറ്റ് ടൂർ പോകാനുള്ള തയ്യാറെടുപ്പുകൾ പതിയെ തുടങ്ങി. 9 മണിയോടെ യാത്ര തുടങ്ങി ഏകദേശം ഒരു 100 കിലോമീറ്ററോളം യാത്ര ചെയ്ത് നോർത്തേൺ ലൈറ്റ് കാണാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി കാത്തിരുന്നു. രാത്രി ആയതുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള തണുപ്പും കാറ്റും ഒക്കെ ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. നോർത്തേൺ ലൈറ്റ് അഥവാ അറോറ, മലയാളത്തിൽ ഇതിന് ധ്രുവദീപ്തി എന്ന് പറയും. പ്രകൃതിയിലെ തന്നെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇത്. നോർത്തേൺ ലൈറ്റ് കാണുവാൻ തെളിഞ്ഞ ആകാശവും നല്ല ഇരുട്ടും കൂടാതെ അല്പം ഭാഗ്യവും വേണമെന്നാണ് പൊതുവെ ആളുകൾ പറയുന്നത്. അന്ന് കാലാവസ്ഥ അല്പം മോശമായിരുന്നു, എങ്കിലും നോർത്തേൺ ലൈറ്റ് കാണാൻ സാധിച്ചു. നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു ഇളം പച്ച നിറമാണ് ഉള്ളത് നോർത്തേൺ ലൈറ്റിന്. പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴോ അതിനെ നല്ല തിക്കായിട്ടുള്ള പച്ച നിറത്തിൽ തന്നെ കാണാൻ സാധിക്കും. മനോഹരമായ നോർത്തേൺ ലൈറ്റ് കണ്ടതിന് ശേഷം ഏകദേശം 12 മണിയോടെ അവിടുന്ന് തിരിച്ചു പോന്നു. 1:30 ഞാൻ എൻ്റെ താമസ സ്ഥലത്തെത്തി. വേഗം തന്നെ ഞാൻ പോയി കിടന്നുറങ്ങി. അങ്ങനെ ഐസ്ലൻഡ് യാത്രയുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം.